ഹായ് ഹലോ നമസ്കാരം ഗൈസ്. സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ വേണമെന്ന് ഞാൻ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം കേട്ടോ. പക്ഷേ ഈ പഠിത്തവും ജോലിയൊക്കെ ആയിട്ട് ഇതിനൊന്നും എല്ലാം കൂടെ ടൈം മാനേജ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ ഒരു ബ്രേക്ക് എടുത്തിരിക്കുക. അപ്പം ഞാനിങ്ങനെ കുറേ ദിവസം ആലോചിച്ചു കേട്ടോ. ഇങ്ങനെ ഒറ്റ സുപ്രഭാതത്തിലൊന്നും എടുത്തതല്ല, കുറേ ദിവസം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ചെയ്യണോ എന്ന് ആലോചിച്ച് എന്തായാലും നമ്മൾ ലൈഫിൽ റിഗ്രറ്റ്സ് ഒന്നും വയ്ക്കണ്ടല്ലോ എന്നോർത്ത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ചാനലാണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിങ്ങനെ വളരെ മിനിമലായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ ഫോണും ഇൻ്റർനെറ്റും എൻ്റെ ഒച്ചയും പിന്നെ ഞാൻ എടുക്കുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോസും എല്ലാം കൂടി ഉൾപ്പെടുത്തി വളരെ മിനിമൽ ആയിട്ട് തുടങ്ങുന്നൊരു ചാനലാണ്. ഇതിന് വ്യൂവേഴ്സ് ഉണ്ട്, സപ്പോർട്ട് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഞാനിത് കൂട്ടി വരും. കണ്ടൻസ് ആണെങ്കിലും പിന്നെ ഇപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫേസ്ലെസ് കണ്ടൻ്റ് ആയിട്ടാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി ആൾക്കാർ ഉണ്ടാവത്തില്ല, പക്ഷെ നമ്മളെ കളിയാക്കാനും ട്രോൾ ചെയ്യാനും ഒക്കെ ഒത്തിരി ആൾക്കാർ കാണും. അപ്പോൾ ഞാൻ ആദ്യമേ ഇങ്ങനെ എൻ്റെ ഫേസ് വെച്ച് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന ഏതെങ്കിലും ഒറ്റയ്ക്കൊരു കുട്ടിച്ചാത്തൻ അത് കണ്ടിട്ട് അതെടുത്ത് തന്നെ ജീവിതകാലം മൊത്തം കളിയാക്കാനുള്ള കണ്ടൻറ്റും ട്രോളും ആയിട്ടിടും. അതിന് വ്യൂവേഴ്സ് ഒന്നും വന്നില്ല, ഈ ഒരു വ്യക്തി മാത്രം കാണുന്നുണ്ടെങ്കിലേ. അപ്പോൾ അത് കാരണം അങ്ങനെയുള്ളൊരു കാര്യം കളിയാക്കലൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ഫേസ്ലെസ് ആയിട്ടുള്ള കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ എഡിറ്റിങ്ങിനെ കുറിച്ചൊക്കെ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ കണ്ടൻറ് ക്രിയേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റഗ്രാം കണ്ടൻറ് ക്രിയേറ്ററാണേ. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു പ്രത്യേക രീതിയിൽ ഈ വ്യക്തി ഒരു സ്റ്റോറീസ് പറയും. അപ്പം നമുക്കിങ്ങനെ രാത്രി ഉറങ്ങാനൊക്കെ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട്, ഇൻസോംനിയ ഉള്ള ഒത്തിരി ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് ഈ സ്ക്രീനിൽ നോക്കിയിരിക്കണ രാത്രി ഇഷ്ടമല്ല. അപ്പം ഞാൻ എന്തെങ്കിലും പോഡ്കാസ്റ്റോ സ്റ്റാൻഡപ്പ് കോമഡിയോ അങ്ങനെ ആരുടെയെങ്കിലും ലൈഫ് എക്സ്പീരിയൻസ് ഇങ്ങനെ പറയത്തില്ലേ, അതൊക്കെയാണ് കൂടുതൽ കേൾക്കാറ്. അപ്പം എനിക്കും ഇങ്ങനെ പറയുന്നത് ഇഷ്ടമാണ്, പക്ഷെ എന്നെ കേൾക്കാൻ ഒത്തിരി ആൾക്കാരില്ല. അപ്പം എന്നെപ്പോലെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്നെ അതുപോലെ അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളൊരു തോന്നലിലാണ് ഞാൻ ഈ കണ്ടൻറ്റ് ഇവിടെ ഇടുന്നത് കേട്ടോ. പിന്നെ എന്താ, ഈ ചാനലിന് കൂടുതൽ വ്യൂവേഴ്സും സപ്പോർട്ടേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഇതിനുള്ള മൈക്കും ബാക്കി എക്യുപ്മെൻറ്റ്സും ഒക്കെ വാങ്ങിക്കാമെന്നാണ് എൻ്റെ ഡിസിഷൻ. പിന്നെ ഇതിന് ഞാൻ കുറേ നാളിങ്ങനെ വീഡിയോ ഇട്ടിട്ടും ആരും കാണുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ പ്രൊഫഷണൽ കാര്യത്തിലുള്ള കൂടുതൽ ഫോക്കസ് കൊടുക്കും. ഇതെൻ്റെ ഒരു പാഷനാണ്. കാരണം ഞാൻ ടിക്ടോക്കൊക്കെ തുടങ്ങിയ സമയത്ത് ഒത്തിരി വീഡിയോസ് ഇടണം, ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഓർത്താം. പക്ഷെ ആ സമയത്ത് ഈ നാണവും ഈ സമയത്തിൻ്റെ പ്രശ്നവും എല്ലാം കൊണ്ടും ഞാൻ ചെയ്യാതിരുന്ന. പക്ഷെ നമുക്ക് ടൈം ഉണ്ടായി വന്നപ്പം നമ്മുടെ ടിക്ടോക്ക് ബാനായിപ്പോയി. പിന്നെ നമുക്ക് ഒത്തിരി സോഷ്യൽ മീഡിയയ്ക്ക് ഭയങ്കര പവറാണ്. ഒത്തിരി ആൾക്കാരുടെ ലൈഫിനെ നന്നാക്കാൻ ഈ സോഷ്യൽ മീഡിയയ്ക്ക് പറ്റിയിട്ടുണ്ട്. ഒത്തിരി എന്താണെങ്കിലും അതിനൊരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും കാണുമല്ലോ. ഞാൻ വിശ്വസിക്കുന്നത് സോഷ്യൽ മീഡിയയ്ക്ക് ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ടെന്നാണ് കേട്ടോ. ഒത്തിരി പേരുടെ ലൈഫിനെ അത് നല്ല രീതിയിൽ നന്നാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് എൻ്റെ ഒരു ചിന്താഗതി. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങുവാണ്. അപ്പം ഞാൻ ഇടുന്ന കണ്ടൻസിനോ ഞാൻ പറയുന്ന കാര്യങ്ങൾക്കോ ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അതുമായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യണം. പിന്നെ ഇഫ് യു ലൈക്ക് മൈ ചാനൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഓൾ.